بسم الله قل هو الله أحد الله الصمد. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد ولم يولد. بسم الله الرحمن الرحيم أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حتى يوافي نعمه يكافئ مزيده. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. اللهم وصل وبلغ منا ثواب قراءتنا وصلواتنا وسلامنا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم. اللهم وإلى حضرات أرواح الأنبياء والأولياء والعلماء والشهداء والزهاد والصديقين والصالحين. اللهم لا سيما إلى حضرات أرواح أساتذتنا وأساتذة أساتذتنا مشايخنا مشايخنا كلهم يا رب العالمين. اللهم لا سيما إلى حضرة الصحابي الجليل سيدنا مازن بن عمر رضي الله عنه وإلى حضرات سائر الصالحين في هذه السلطنة يا رب العالمين. شيخنا ملاذنا قطب العالم سيما الإله ونغير الله شره اللذيذ. اللهم ازدهم تعظيما وتشريفا وتكريما يا الله. اللهم بحق بارك لنا في جميع امورنا سيما في امرنا هذا بركه تامه كما باركت على عبادك الصالحين. اللهم بحقهم اغفر لنا ولمن ماتوا من ابائنا وامهاتنا يا رب العالمين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين. صلى الله عليه وسلم على سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله. بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. ربنا اغفر لنا ولوالدينا ولأساتذتنا ولمن انتفعنا بعلومهم يا رب العالمين. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ പരിശുദ്ധ ഖുർആന്റെ വേദി സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു തആല പരിശുദ്ധ ഖുർആൻ അഹ്ലികാരായി ജീവിച്ച് ഖുർആൻ അഹ്ലിയായി മരണപ്പെടാനുള്ള വലിയ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ സൂറത്തുൽ ഫാത്തിഹയുടെ ചർച്ചയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളോട് എങ്ങനെയാണ് ചോദിക്കേണ്ടതെന്ന് പഠിപ്പിക്കുന്ന ഈ സൂറയിൽ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ പേരുകൊണ്ട് ഓതാൻ ആരംഭിപ്പിച്ച് തുടങ്ങാൻ പഠിപ്പിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഔസാഫുകൾ റഹ്മാൻ റഹീമായ അള്ളാഹുവിന്റെ പേരുകൊണ്ട് തുടങ്ങി. പിന്നെ അള്ളാഹുവിന്റെ സനാ, അള്ളാഹുവിന്റെ പ്രശംസ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഹംദ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോക സമക്ഷനായ അള്ളാഹുവിനാണ് സർവ്വസ്തുതിയും എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ വീണ്ടും പുകഴ്ത്തി അർ റഹ്മാൻ അർ റഹീം എന്ന വസ്തു കൊണ്ട് വീണ്ടും പുകഴ്ത്തി പറഞ്ഞ്, അതുപോലെ തന്നെ അള്ളാഹു തആല ആരാണ്? മാലിക് യൗമിദ്ദീൻ, പ്രതിഫല നാളിന്റെ ഉടമസ്ഥനായ, പ്രതിഫല നാളിന്റെ അധികാരിയായ, രാജാവായ അള്ളാഹു സുബ്ഹാനഹു വ തആല. ആ റബ്ബ് സുബ്ഹാനഹു വ തആല മുമ്പിൽ ഏറ്റവും വിനയം പ്രകടിപ്പിച്ചുകൊണ്ട്, ഏറ്റവും താഴ്മ കാണിച്ചുകൊണ്ട് വേണം അള്ളാഹുവിനോട് ചോദ്യം ചോദിക്കാൻ. അപ്പൊ ആ താഴ്മ പ്രകടനത്തിന്റെ ഭാഗമായി അള്ളാഹുവിന്റെ മുമ്പിൽ പറയാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അള്ളാഹുവേ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം ചോദിക്കുന്നത് എന്നർത്ഥം വരുന്ന ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഓതുന്നത്.
നമ്മൾ പറഞ്ഞു ഇയ്യാക നഅ്ബുദു, നഅ്ബുദു ഞങ്ങൾ ആരാധിക്കുന്നു പറഞ്ഞാൽ അത് ആ ഓതുന്ന ആളും അതുപോലെ ലോകത്തെ എല്ലാ മുവഹ്ഹിദീങ്ങളും അതിൽ പെട്ടുപോയി. അങ്ങനെ ബഹുവചനമായിട്ടാണ് പറയുന്നത്. ഞങ്ങൾ ആരാധിക്കുന്നു റബ്ബേ, വഇയ്യാക നസ്തഈൻ, വഇയ്യാക നസ്തഈൻ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുകയും ചെയ്യുന്നു. നമ്മൾ ഇന്നലെ പറഞ്ഞത് നഅ്ബുദു എന്താ ഇബാദത്ത് എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതുപോലെ തൊട്ടടുത്ത പ്രയോഗം ഞങ്ങൾ അല്ലാഹുവേ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, വഇയ്യാക നസ്തഈൻ ഞങ്ങൾ നിന്നോട് സഹായം ചോദിക്കുന്നു. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. അപ്പൊ വീണ്ടും ഇയ്യാക നഅ്ബുദു വഇയ്യാക ആ പ്രയോഗമാണ്. അല്ലാഹു തആല ഇയ്യാക നിന്നെ നിന്നെ എന്നിങ്ങനെ ആവർത്തിച്ച് പറയിപ്പിക്കുകയാണ്. ശരിക്ക് ഈ ആശയം കിട്ടാൻ ലം യഖുൽ ഇയ്യാക നഅ്ബുദു വനസ്തഈൻ എന്ന് പറഞ്ഞാൽ മതിയാവും. ഇത് അതായത് ഞങ്ങൾ നിന്നെ നിന്നോട് സഹായം ചോദിക്കുക പറയാൻ രണ്ട് ഇയ്യാക പറയേണ്ടതില്ല. ഇയ്യാക നഅ്ബുദു അല്ലാഹുവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, വനസ്തഈൻ നിന്നോട് ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിലെ ആശയമാകും. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആല വീണ്ടും ഇയ്യാക ആവർത്തിച്ച് പറയുകയാണ്. വയ്യാക കുതിറ ലിതൻസീസി അലാ അന്നഹുൽ മുസ്തആൻ ലാ ഗൈറുഹു. എന്തിനാണ് ഇയ്യാക ആവർത്തിച്ച് പറയുന്നത്? ഇവിടെ സഹായം തേടപ്പെടുന്നത്, നമ്മുടെ സഹായം ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ സഹായം ആവശ്യപ്പെടുകയാണ്. ആ സഹായം ആവശ്യപ്പെടുന്ന അത് ആര് മാത്രമാണ്? അള്ളാഹു മാത്രമാണ്. അള്ളാഹു അല്ലാത്ത ഒരാളോടും സഹായട്ടമില്ല. അള്ളാഹുവിനോട് മാത്രമാണ് സഹായം ചോദിക്കുന്നത്. അപ്പൊ റബ്ബേ നിന്നോട് സഹായം ചോദിക്കുകയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് ഉറപ്പിച്ച് പറയാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. മാത്രമല്ല അത് യജമാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല മുമ്പിൽ ആരാധനയ്ക്ക് നിൽക്കുന്ന ഒരു അടിമയ്ക്ക് അള്ളാഹുവിന്റെ മുനാജാത്തും അള്ളാഹുമായുള്ള അഭിമുഖവും ആസ്വദിക്കുന്ന ആൾക്ക് അവർക്ക് ഏറ്റവും രസം പകരുന്ന പ്രയോഗം അതാണ്. വയ്യാക നസ്തഈൻ, അള്ളാഹ് നിന്നെ എന്നിങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ എന്ത് ചെയ്യുക, വീണ്ടും ആവർത്തിച്ച് പറയൽ അത് വലിയ രസം പകരുന്ന കാര്യമാണ്. മുനാജാത്തില്, അഭിമുഖ സംഭാഷണത്തിന്, ഒരാളുമായുള്ള ഭാഷണത്തില് ഏറ്റവും നല്ലത് അങ്ങനെ സംബോധന ചെയ്ത് പറയലാണല്ലോ. അപ്പൊ ഇവിടെ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, അപ്പൊ അതിന്റെ മഅന ഐ ലാ നഅ്ബുദു ഇല്ലാ ഇയ്യാക വലാ നസ്തഈനു ഇല്ലാ ബിക. അല്ലാഹുവേ ലാ നഅ്ബുദു ഇല്ലാ ഇയ്യാക നിന്നെ അല്ലാതെ ഞങ്ങൾ ആരാധിക്കുന്നില്ല, വലാ നസ്തഈനു ഇല്ലാ ബിക നിന്നോടല്ലാതെ ഞങ്ങൾ സഹായം ചോദിക്കുന്നില്ല, നിന്നോട് മാത്രമാണ് സഹായം ചോദിക്കുന്നത്. അപ്പൊ എന്താ ഇസ്തിആനത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്തിആനത്ത് അപ്പൊ നസ്തഈൻ അറബിയിലെ ഔന് സഹായമാണ്. ഔന് ഔന് ഐന് വാവ് നൂന് ഔന് സഹായം. അആന സഹായിച്ചു, ഇആനത്ത് സഹായിക്കൽ. അപ്പൊ അതിന്റെ അതുപോലെ പറയാം ഇസ്തിആനത്ത്, സഹായം തേടൽ, സഹായം തേടുക, ആവശ്യപ്പെടുക. അപ്പൊ ഇസ്തിആനത്തിനെ കുറിച്ച് അവിടെ സഹായം തേടുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ആ സഹായം തേടുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബേ നിന്നോടാണ് എന്നവിടെ പറഞ്ഞു. അപ്പൊ അള്ളാഹുവിനോടാണ് സഹായം ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ സഹായം എന്ത് വിഷയത്തിൽ അത് പറഞ്ഞില്ല. അള്ളാഹു നിന്നോട് സഹായം ചോദിക്കും, നിന്നോടാണ് ഞങ്ങൾ സഹായം ചോദിക്കുക, എന്ത് വിഷയത്തിലാണ് അത് പറഞ്ഞില്ല. അതിവിടെ കളഞ്ഞിട്ടാ ഉള്ളത്. എന്ത് വിഷയത്തിലാണ് വ്യക്തമാക്കി പറഞ്ഞില്ല. അതാ വൽ മുറാദു തലബുൽ മഊനതി ഫിൽ മുഹിമ്മാതി കുല്ലിഹ. എന്താണ് ഇവിടുത്തെ ഉദ്ദേശം? അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായം ചോദിക്കുന്നു എല്ലാ കാര്യങ്ങളിലും. ഒരു മനുഷ്യന്, ഒരടിമയ്ക്ക്, ഒരു സൃഷ്ടിക്ക് എന്തെല്ലാം കാര്യങ്ങൾ സഹായം വേണമോ ആ മുഴുവൻ കാര്യങ്ങളുമുള്ള സഹായം അള്ളാഹുവിനോടാണ് തേടേണ്ടത്. അള്ളാഹുവാണ് സഹായിക്കുന്നത്, അള്ളാഹുവിനോടാണ് തേടുന്നത് എന്നർത്ഥം. അതാ മുസ്തആന ഫീഹി. എന്താ ഇവിടെ ഈ സഹായം തേടുന്ന വിഷയം അത് കളയപ്പെടാൻ കാരണം? അള്ളാഹു അത് പറഞ്ഞില്ല. എന്ത് വിഷയത്തിലാണ് സഹായം ചോദിക്കുന്നത് അത് അള്ളാഹു തആല പറഞ്ഞില്ല. അത് ആ വിഷയം എന്താ അവിടെ കളയാൻ കാരണം? തഅമീമി, വ്യാപകാർത്ഥം കിട്ടാൻ വേണ്ടിയാണ്. വ്യാപകാർത്ഥം കിട്ടാൻ വേണ്ടിയാണ്. അള്ളാഹുവെ നിന്നോട് ഞങ്ങൾ നിന്നെ ഞങ്ങൾ ഇബാദത്തെടുക്കുന്നു, നിന്നോട് ഞങ്ങൾ സഹായം ചോദിക്കുന്നു മുഴുവൻ വിഷയങ്ങളിലും. അതാ ഖരീനത്തിൽ മഖാം, ഇവിടുത്തെ സാഹചര്യം അതാണ്. ഒരടിമ അതാ ഫൈനൽ മഖാം മഖാം ഇൽഹാറിൽ അജ്സി വൽ ഇഹ്തിയാജി താം. ഒരടിമ അടിമയുടെ കഴിവുകേട് പ്രകടിപ്പിക്കുന്ന, അടിമയുടെ പൂർണ്ണമായ ആവശ്യം പ്രകടിപ്പിക്കുന്ന സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഉദ്ദേശം എന്താണ്? എല്ലാ കാര്യങ്ങളും അല്ലാഹുവേ നിന്നോടാണ് സഹായം ചോദിക്കുന്നത് എന്നാണ്. നിന്നോടാണ് സഹായം ചോദിക്കുന്ന അർത്ഥം. അപ്പൊ റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാത്തിനും സഹായിക്കുന്നവൻ. അപ്പൊ അള്ളാഹുവിനോടാണ് മുഴുവൻ കാര്യങ്ങളും സഹായം തേടേണ്ടത്. അതുകൊണ്ട് റബ്ബേ നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം ചോദിക്കുന്നതെന്ന ആമായ വ്യാപകമായ അർത്ഥമാണ് ഉദ്ദേശമെന്ന്
മുഫസ്സിരിങ്ങൾ പറഞ്ഞു. അതല്ല ഇനി വയ്യാക്ക ശരിക്ക് ഇങ്ങനെ മഫ്ഊലിനെ മുന്തിച്ചാല് തഅമീം ആമിന്റെ മാന കിട്ടും. അതുകൊണ്ട് എന്താണ് ആമിന്റെ മകന അല്ല നിന്നോട് മാത്രം എന്ന ആ പ്രയോഗം. അപ്പൊ ആ പ്രയോഗം അനുസരിച്ച് എന്താണ് ഇവിടുത്തെ ഉദ്ദേശം? എന്താണ്? മുഴുവൻ സഹായങ്ങൾ എന്നാണോ? അതല്ല ഇബാദാത്തിലെ സഹായങ്ങൾ മാത്രം എന്നാണോ? ഈ ഇബാദത്തെ സഹായം നടത്തുമ്പോൾ കുഴപ്പമൊന്നുമില്ല. അവിൽ മുറാദ് തലബുൽ മുഅനത്തി ഫിൽ ഇബാദ. ഇപ്പൊ ഇവിടെ പറഞ്ഞ വിഷയം ഇബാദത്തിന്റെ കാര്യമാണ്. ഇബാദത്തിന്റെ കാര്യമാണ്. അള്ളാഹുവേ ആ ഇവിടെ ഈ മുജാഹിദുകാർക്ക് നമ്മളെ വസ്വാസാക്കുന്ന ഒരു കാര്യമുണ്ട്. റബ്ബിനോട് അത് പറയണം. ഇവിടെയാണ് ഏറ്റവും വസ്വാസാക്കാൻ സ്ഥലം. അതുകൊണ്ട് നമുക്ക് ഇസ്തിഹാനത്തിന് വിശദമായി പറയേണ്ടതുണ്ട്. അപ്പം അള്ളാഹ് എല്ലാ മുജാഹിദും എന്ത് ചെയ്യുക? അർത്ഥമാക്കി ഇവിടെ ഈ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ പഠിപ്പിക്കുക. എന്താ പഠിപ്പിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫാത്തിഹ പഠിപ്പിച്ചിരുന്നത് എന്താണ്? അള്ളാഹുവെ നിന്നെ മാത്രം ആരാധന, നിന്നോട് മാത്രമാണ് സഹായം ചോദിക്കുന്നു എന്ന് അള്ളാഹു തആല സൂറത്തുൽ ഫാത്തിഹ പഠിപ്പിക്കുകയാണ്. അപ്പൊ റബ്ബിനോടാണ് സഹായം ചോദിക്കുന്നത്. സഹായം ചോദിക്കുന്നത് എന്ത് വിഷയത്തിലാ? മുജാഹിദ്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു ഒരിക്കലും എന്താണ് അർത്ഥം? മുഴുവൻ വിഷയങ്ങളിലും. അതല്ലെങ്കിൽ ഇവിടെ പറഞ്ഞ ഇബാദത്താണ്. ഇബാദത്തിന്റെ കാര്യത്തിൽ അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്നതാണ്. ഈ രണ്ടാമത്തെ സങ്കല്പിക്കുക. രണ്ടാമത്തെ എന്ത് മഹാന്മാരെ മുഫസ്സിറുകൾ പറഞ്ഞു. ബഹുഭൂരിഭാഗം ആൾക്കാരും പറഞ്ഞു, ബഹുമാനപ്പെട്ട റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതാ എല്ലാ കാര്യങ്ങളും വാരൽ അവ്വലി രണ്ട് രീതിയുടെ അർത്ഥം പറയാം. അള്ളാഹുവെ മുഴുവൻ കാര്യങ്ങളുമുള്ള സഹായം നിന്നോടാണ് ഞങ്ങൾ ചോദിക്കുന്നത് അർത്ഥം. അതല്ലെങ്കിൽ എന്താണ് ഇവിടെ പറഞ്ഞു നഅ്ബുദു ആയതുകൊണ്ട് അള്ളാഹുവെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് സഹായിക്കുന്നു പറയുമ്പോൾ ഇബാദത്തിന്റെ കാര്യത്തിൽ മുഴുവൻ സഹായം അള്ളാഹു നിന്നോടാണെന്നാണ് രണ്ടർത്ഥം. മുഫസ്സിറുകൾ പറഞ്ഞു രണ്ട് രീതിയിൽ. ഒന്നിരിക്കൽ എന്താണ് മുഴുവൻ കാര്യങ്ങളിലെയും സഹായം റബ്ബേ നിന്നോടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അതല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ് നഅ്ബുദു ഞങ്ങൾ ആരാധിക്കുന്നു, ആ ആരാധനയ്ക്കുള്ള സഹായം നിന്റെ പക്കൽ നിന്നാണ് എന്ന്. ഈ രണ്ട് രീതിയിൽ തഫ്സീർ പറഞ്ഞു. വാരൽ അവ്വലി ജറൽ മുഫസ്സിറുൽ ജലാൽ റഹ്മഹുല്ലാഹ്. ഇവിടെ നമ്മുടെ തഫ്സീറുൽ ജലാലൈനി ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ മഹല്ലി റളിയല്ലാഹു അൻഹു ഒന്നാമത്തെ അർത്ഥം പറഞ്ഞു. അഥവാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ അള്ളാഹുവേ നിന്നോട് ഞങ്ങൾ സഹായം ചോദിക്കുന്നു ഈ ആരാധനയുടെ വിഷയത്തിലും മുഴുവൻ കാര്യങ്ങളും റബ്ബേ നിന്നോടാണ് ഞങ്ങൾ സഹായം ചോദിക്കുന്നത്. അങ്ങനെ തന്നെ മുഫസ്സിറുകൾ ബഹുഭൂരിഭാഗം പറഞ്ഞ അങ്ങനെ വഫിൽ ഖാസിൻ മിങ്കന തുൽബുൽ മഊനത അലാ ഇബാദതിക വഅലാ ജമീഇ ഉമൂരിന. അല്ലാഹുവേ നിന്നോട് ഞങ്ങളുടെ ആരാധനയുടെ വിഷയത്തിലും ഞങ്ങളുടെ മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾ സഹായം ചോദിക്കുന്ന അള്ളാഹുവെ നിന്നോടാണ്. അപ്പൊ ഈ രീതിയിൽ മഹാന്മാരെ മുഫസ്സിരീങ്ങൾ പറഞ്ഞു അള്ളാഹുവെ നിന്നോട് ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്ത് വിഷയത്തിൽ? ഞങ്ങളുടെ ഇബാദത്തിന്റെ കാര്യത്തിലും ഞങ്ങളുടെ മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾ നിന്നോട് സഹായം ചോദിക്കുന്നു. ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ എന്ത് ചെയ്യും? ഇവിടെയാണ് അട്ടിമറി നടത്തുക പുത്തൻകൂറ്റുകാരെ ആൾക്കാർ. അവരർത്ഥം എന്താണ്? അള്ളാഹുവെ ഞങ്ങൾ നിന്നോട് സഹായം ചോദിക്കുന്നു പറഞ്ഞാൽ സഹായം സാധാരണ ഇല്ലാത്ത എല്ലാ അഭൗതികമായ സഹായങ്ങളും അഥവാ മനുഷ്യന്മാരുടെ ജീവിക്കുമ്പോ സാധാരണഗതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ചോദിക്കാറുണ്ട്. ആ സഹായ ഉദ്ദേശമില്ല. അതല്ലാതെ അസാധാരണമായ എന്ത് സഹായമുണ്ടോ, അഭൗതികമായ എന്ത് സഹായമുണ്ടോ ആ സഹായങ്ങൾ മുഴുക്കുകയും റബ്ബേ നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു. ഇങ്ങനെ ഒരു വേർതിരിവ്. അഥവാ സഹായങ്ങളുടെ കൂട്ടത്തിൽ സാധാരണവും അസാധാരണവും ഉണ്ട്, ഭൗതികവും അഭൗതികവും ഉണ്ട്. അപ്പൊ അഭൗതികമായ എല്ലാ സഹായവും റബ്ബെ നിന്നോട് മാത്രം ഞങ്ങൾ ചോദിക്കുന്നു. മറ്റേത് സാധാരണയില്ല, അങ്ങോട്ടും എല്ലാവരും ചോദിക്കുന്നത് പതിവാണ്. എന്നാൽ അസാധാരണമായ ഏത് സഹായവും ചോദിക്കേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ് എന്നാണ് അർത്ഥം. അങ്ങനെ ലോകത്തൊരൊറ്റ മുഫസ്സിരീങ്ങളും പറഞ്ഞില്ല. ലോകത്തൊരൊറ്റ തഫ്സീർ മുഫസ്സിരീങ്ങളും പ്രാമാണികരായ ഒരൊറ്റ മുഫസ്സിറുകളും സഹായത്തിന്റെ വിഷയത്തിൽ രണ്ട് സഹായം ഭൗതികം അഭൗതിക സഹായം മാത്രം അള്ളാഹുവിനോടെന്ന് പറഞ്ഞില്ല. മറിച്ച് എല്ലാവരും പറഞ്ഞത് മുഴുവൻ കാര്യങ്ങളിലെയും, അത് ഭൗതികമാകട്ടെ അഭൗതികമാകട്ടെ സാധാരണമാകട്ടെ അസാധാരണമാകട്ടെ മുഴുവൻ സഹായങ്ങളും അള്ളാഹു നിന്നോടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അങ്ങനെയാണ് ചോദിക്കേണ്ടത്. എല്ലാ സഹായവും അള്ളാഹുവിനോടാണ് ചോദിക്കേണ്ടത്. കാരണം സഹായിക്കാൻ കഴിവുള്ളവൻ ആര് മാത്രമാണ്? അള്ളാഹു മാത്രമാണ്. വേറെ ഒരാൾക്കും ഒരു നിലയ്ക്കും സഹായിക്കാൻ കഴിയില്ല. അടിസ്ഥാനപരമായി ആത്യന്തികമായി വേറെ ഒരാൾക്കും സഹായിക്കാൻ കഴിയില്ല. ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം. നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ശരിക്കു പറഞ്ഞാൽ മതപരമായ ഒരു അടിസ്ഥാന തത്വത്തെ അട്ടിമറിക്കുകയാണ്. എന്താണ്? ഈ പുത്തൻകൂറ്റുകാരെ വിശ്വാസപ്രകാരം പുത്തൻകൂറ്റുകാര് പറയുന്നതനുസരിച്ചുകൊണ്ട് സാധാരണമായ കുറെ കഴിവുകൾ, സാധാരണമായ വിഷയങ്ങൾ, ആ വിഷയങ്ങൾക്ക് സ്വയം കഴിവുണ്ട്. മനുഷ്യന്മാർക്ക് ചില സ്വയം സാധാരണ ചെയ്യാൻ കഴിയുന്ന കുറെ കാര്യങ്ങൾ, അതിന് കഴിവ് മനുഷ്യന്മാർക്ക് ഓൾറെഡി അള്ളാഹ് നൽകിയിട്ടുണ്ട്. ചില കള്ളത്തൊരിക്കത്തേറെ വാദം അങ്ങനെയാണ്. മൊബൈൽ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ കൊടുത്ത പോലെയാണ് എല്ലാ കഴിവും എന്ത് ചെയ്യുക, അതുപോലെ കൊടുക്കപ്പെട്ടു കഴിഞ്ഞു. അങ്ങനെയല്ല, ഒരു കഴിവും ഒരാൾക്കുമില്ല. എല്ലാ കഴിവും അള്ളാഹു താലാന്റെ പക്കലാണ്. അള്ളാഹുവാണ് കഴിവ് കൊടുക്കുന്നത്.
ആര് എന്ത് സഹായം എവിടെയും നൽകിയാലും ആ സഹായത്തിന് യഥാർത്ഥ സഹായി അള്ളാഹുവാണ്. നമുക്കൊരു സഹായം, ഉദാഹരണം, നമ്മുടെ ഭാര്യയോട് പറയുന്നു എനിക്കൊരു ചൂടുവെള്ളം കൊണ്ടുതരാൻ, ഒരു കട്ടൻ ചായ കൊണ്ടുതരാൻ പറയുന്നു. ഭാര്യ പോയിട്ട് അടുക്കളയിൽ പോയി വെള്ളം ചൂടാക്കി കട്ടൻ ചായ കൊണ്ടുതരുമ്പോ ആ ഭാര്യ നമ്മളെ സഹായിക്കുന്ന നമുക്ക് നേർക്കുനേരെ അനുഭവപ്പെടുകയാണ്. പക്ഷേ ഭാര്യ എവിടെ സഹായിക്കുന്നതാണ് നമുക്ക് അനുഭവപ്പെടുന്നെങ്കിലും ആ ഭാര്യ ചെയ്യുന്ന കാര്യത്തെ മുഴുവൻ സൃഷ്ടിച്ചു കൊടുത്തത്, ആ സഹായം സൃഷ്ടിച്ചു നൽകിയത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അള്ളാഹുവിനെ സഹായം സൃഷ്ടിക്കാൻ കഴിയൂ, അതിന്റെ കാരണക്കാരി മാത്രമാണ്. ആ സഹായം തരാനുള്ള കാരണക്കാരിയാക്കി അള്ളാഹു തല വെച്ച, കാരണമാക്കി വെച്ച ആള് മാത്രമാണ് ഭാര്യ, ഉമ്മ, ഡോക്ടർ. അങ്ങനെ ഭൗതികമായ ഏത് കാര്യങ്ങളുണ്ടോ, ഏത് വിഷയങ്ങളുണ്ടോ, എല്ലാത്തിന്റെയും കാരണം മാത്രമാണ് മറ്റുള്ളവർ. ഇതിന്റെ യഥാർത്ഥ സഹായി, ഈ സഹായത്തെ സൃഷ്ടിച്ചു തരുന്നത്, ഇതിനെ ഹൽക്ക് ചെയ്യുന്നത് ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല മാത്രമാണ്. അപ്പൊ ആത്യന്തികമായ എല്ലാ വിഷയത്തിനെയും സഹായി അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അതുകൊണ്ട് മുഴുവൻ കാര്യങ്ങളിലെയും യഥാർത്ഥ സഹായി അള്ളാഹുവാണ്. അവിടെ സാധാരണമെന്നോ അസാധാരണമെന്നോ ഭൗതികമെന്നോ അഭൗതികമെന്നോ ഇല്ല. എല്ലാ കാര്യങ്ങളിലെയും യഥാർത്ഥ സഹായി അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അള്ളാഹുവിനെ ശരിയായ സഹായിക്കാൻ കഴിയൂ. പക്ഷേ അള്ളാഹു താല അവന്റെ രീതി എന്താ? അവൻ ഈ ഭൗതിക ലോകത്ത് ഇക്കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചിരിക്കുന്ന രീതി, അള്ളാഹു താല കാര്യകാരണ ബന്ധങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് വിഷയങ്ങൾ വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു കുറിച്ച് പറയും, അള്ളാഹു താല ഹുവ മുസബ്ബിബുൽ അസ്ബാബ്. അള്ളാഹു ആരാണ്? അവൻ മുസബ്ബിബുൽ അസ്ബാബാണ്. കാര്യകാരണങ്ങളെ ബന്ധപ്പെടുത്തി വിഷയങ്ങൾ ചെയ്യുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹു താല സബബുകൾ ഉണ്ടാക്കുന്നവനാണ്. അവ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ കാര്യകാരണങ്ങളെ ബന്ധപ്പെടുത്തിയിട്ട് വിഷയങ്ങൾ നിർവഹിക്കുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് അടിമകളായ നമുക്ക് കാരണങ്ങൾ നിലയ്ക്ക് പലതുമായി ബന്ധപ്പെടാം. കാരണങ്ങൾ നിലയ്ക്ക് ഭാര്യയോട് നമുക്ക് സഹായം ചോദിക്കാം, ഉമ്മയോട് സഹായം ചോദിക്കാം, ഡോക്ടറോട് സഹായം ചോദിക്കാം, അതുപോലെ തന്നെ ഭൗതികമായ അധികാരമുള്ള മന്ത്രിമാരോട്, ഉദ്യോഗസ്ഥന്മാരോട് സഹായം ചോദിക്കാം. പക്ഷേ ഇവിടെയെല്ലാം ആത്യന്തികമായി സഹായിക്കുന്നത്, അവരെന്ത് ചെയ്താലും ആ ചെയ്യുന്നതിനെല്ലാം സൃഷ്ടിക്കുന്നത് ആരാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അള്ളാഹുവിനല്ലാതെ സഹായിക്കാൻ വേറൊരാൾക്കും കഴിയില്ല. അപ്പൊ ഇവിടെ സൂറത്തുൽ ഫാത്തിഹയെ പറഞ്ഞ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്, അള്ളാഹുവിനോട് മാത്രമാണ് ശരിയായ സഹായത. ആത്യന്തികമായ സഹായം ചോദിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രം. അതല്ലാതെ ഭൗതിക കാര്യങ്ങളിൽ നമ്മുടെ സാധാരണയുള്ള കഴിവുകൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാം. അതല്ല, പിന്നെ അസാധാരണമായ അഭൗതികമായ കാര്യങ്ങൾ അത് അള്ളാഹു, അങ്ങനെ ഒരു തഖ്സീം, അങ്ങനെ ഒരു വിഭജനം ലോകത്തൊരൊറ്റ മുഫസ്സിർ നടത്തിയിട്ടില്ല. പ്രാമാണികമായ ഒരൊറ്റ മഹാന്മാര് പഠിപ്പിച്ചു തന്നിട്ടില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നില്ലേ? ശരിക്കും പറഞ്ഞാൽ സഹായം ചോദിക്കുന്നത് എത്ര ചെറിയ വിഷയത്തിലാണെങ്കിലും സഹായം ചോദിക്കേണ്ട ആരോട്? അള്ളാഹുവിനോടാണ്. അപ്പൊ നമ്മള് ചെറിയ വിഷയങ്ങൾ സഹായം അള്ളാഹുവിനെ ചോദിക്കുന്നത് തെറ്റാണോ? തെറ്റല്ല, അത് തെറ്റെന്ന് പറഞ്ഞുകൂടാ. എത്ര ഹദീസ് കാണാം. അപ്പൊ ഇവര് തന്നെ നമ്മളെ ഈ പറഞ്ഞ പുത്തൻകൂറ്റുകാരൻ ചില സമയത്ത് ചിലപ്പോൾ ഹദീസ് ഓതും. എന്ത്? നബി സല്ലല്ലാഹു അലൈഹി പഠിപ്പിച്ച ചില ഹദീസുകൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വസല്ലം പറഞ്ഞു കൊടുത്തു. നബി സല്ലല്ലാഹു പറഞ്ഞു കൊടുത്ത ഒരു വലിയ ഹദീസ് ഉണ്ട്. ഞാൻ കുന്തു റദീഫ, ഞാൻ വായിക്കുന്ന കാണുന്നുണ്ടോ? കുന്തു റദീഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി, കാണുന്നുണ്ടോ? ഹലോ, കാണുന്നില്ലല്ലോ. കാണുന്നില്ല അല്ലേ? ഇല്ല. ഒറ്റ മിനിറ്റ്. അപ്പൊ ഇവിടെ പ്രശസ്തമായ ഹദീസാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി പിന്നിരിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു കൊടുത്ത് ലോകത്ത് മുഫസ്സിരീങ്ങളുടെ നേതാവായി മാറി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കുട്ടിയായിരിക്കുമ്പോ നബി സല്ലല്ലാഹു പറഞ്ഞൊരു ഹദീസ് ഉണ്ട്. ആ ഹദീസ് ചില വാചകങ്ങൾ എടുത്തുകൊണ്ട് എന്ത് ചെയ്യുക? ആ വാചകങ്ങൾ എടുത്ത് പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കും പുത്തൻവാദികളായ ആൾക്ക്. അപ്പൊ ഹദീസിൽപ്പെട്ടതാണ്. ബഹുമാനപ്പെട്ട ഹദീസിന്റെ പൂർണ്ണരൂപം എങ്ങനെയാ? ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയാണ്, കുന്തു റദീഫ റസൂലില്ലാഹി, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നിലായിരുന്നു. നബി സല്ലല്ലാഹു വാഹനപ്പുറത്ത് നബി തങ്ങളുടെ പിന്നിലായി ഇരിക്കുകയായിരുന്നു. ഫഖാല, അവൻ നബി സല്ലല്ലാഹു പറഞ്ഞു, യാ ഗുലാം, ഓ മോനെ, യാ ബുനയ്യ, അല്ലെങ്കിൽ എന്റെ കുഞ്ഞു മോനെ എന്നാ വിളിച്ചത് യാ ഗുലാം എന്നാണ് ബുനയ്യാണെന്ന് അറിയില്ല, സംശയമുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ രണ്ടും പറയാൻ കാരണം, യാ ബുനയ്യ, എന്റെ കുഞ്ഞു മോനെ, അലാ ഉഅല്ലിമുക, ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരട്ടെ, കലിമാത്ത്, ചില വാചകങ്ങൾ,
അല്ലാഹു ബിഹിന്ന, അള്ളാഹു നിനക്ക് അത് വളരെ ഉപകാരപ്പെടുത്തും. അതുകൊണ്ട് നിനക്ക് ഉപകാരം അള്ളാഹു താല നൽകും. അങ്ങനത്തെ കുറെ പദങ്ങൾ പഠിപ്പിച്ചു തരാം, കുറെ വാചകങ്ങൾ പഠിപ്പിച്ചു തരാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ഫഖുൽതു, അപ്പൊ ഞാൻ പറഞ്ഞു, ബല, അതേ നബിയെ, പറയൂ, എന്ന് പഠിപ്പിച്ചു തരൂ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇഹ്ഫദില്ലാഹ യഹ്ഫദുക, ഇഹ്ഫദില്ലാഹ്, നീ അള്ളാഹുവിനെ സൂക്ഷിക്കൂ, എങ്കിൽ യഹ്ഫദുക, അള്ളാഹു നിന്നെ സൂക്ഷിക്കും. നീ അള്ളാഹുവിനെ സൂക്ഷിച്ചോളൂ, തജിദ്ഹു അമാമക, എങ്കിൽ അള്ളാഹുവിനെ നിന്റെ മുമ്പിൽ നീ എത്തിക്കും. എപ്പോഴും നിനക്ക് അള്ളാഹുവിനെ എത്തിക്കാൻ കഴിയും. തജിദ്ഹു അമാമക. തഅറഫ് ഇലൈഹി ഫിർറഖാ യഅരിഫക ഫിശ്ശദ്ദാ. അതേ, തഅറഫ് ഇലൈഹി ഫിർറഖാ, സമൃദ്ധിയുടെ വേളയിൽ നിനക്ക് സാമ്പത്തികമായ ഐശ്വര്യം ഉണ്ടാകുമ്പോൾ നീ അള്ളാഹുവിലേക്ക് അറിയുന്നവനാകണം, അള്ളാഹുവിലേക്ക് നീ പരിചിതമുള്ളവനാകണം, അള്ളാഹുമായി ബന്ധമുള്ളവനാകണം. എങ്കിൽ യഅരിഫക ഫിശ്ശദ്ദാ, നിന്റെ ക്ഷാമകാലത്ത്, നിനക്ക് വരൾച്ച വരുന്ന കാലത്ത് അള്ളാഹു നിന്നെ അറിയുന്നവനാണ്, അള്ളാഹു നിന്നെ തിരിച്ചറിയുന്നവനാണ്. അതുപോലെ ഇദാ സഅൽത, നീ ചോദിച്ചാൽ ഫസ്അലില്ലാ, അള്ളാഹിനോട് ചോദിക്കണം. ഇദാ സഅൽത, നീ ചോദിച്ചാൽ ഫസ്അലില്ലാ, അള്ളാഹിനോട് ചോദിക്കണം. വയസ്തഅൻത, നീ സഹായം തേടിയാൽ ഫസ്തഇൻ ബില്ലാഹ്, അള്ളാഹുവിനോട് നീ സഹായം തേടണം. നീ ചോദിച്ചാൽ അള്ളാഹിനോടാണ് ചോദിക്കേണ്ടത്. അതുപോലെ നീ സഹായം തേടിയാൽ അള്ളാഹിനോടാണ് സഹായം ചോദിക്കേണ്ടത്. അപ്പൊ ഈ ഹദീസിലെ ഈ രണ്ട് വാചകം, ഇദാ സഅൽത ഫസ്അലില്ല, നീ ചോദിച്ചാൽ അള്ളാഹിനോട് മാത്രം ചോദിക്കണം. വയസ്താൻത, നീ സഹായം തേടിയാൽ അള്ളാഹുവിനോട് മാത്രം സഹായം തേടണം എന്ന ഈ ഹദീസ് പലപ്പോഴും മറ്റേ കൂട്ടെടുത്ത് ഉദ്ധരിക്കും. ഹദീസിന് പൂർവ്വം പറയില്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിന്റെ മൊത്തം ആശയമുള്ളത് നബി സല്ലല്ലാഹു അലൈഹി പറയുന്നു, അത് ജഫൽ കലമു, അതേ കലമ്, അള്ളാഹുവിന്റെ കലം ഉണങ്ങിയിരിക്കുന്നു. ബിമാ ഹുവ കായിൻ, എന്താണോ ഉണ്ടാകുക, എന്താണോ സംഭവിക്കുക, അതുകൊണ്ട് ആ പേന എഴുതിയിരിക്കുന്നു. ഫലൗ അന്നൽ ഖൽഖ കുല്ലഹും, ഫലൗ അന്നൽ ഖൽഖ കുല്ലഹും ജമീഅൻ, സൃഷ്ടികൾ മുഴുക്കയും അറാദു അൻ യൻഫഉക ബിശൈഇൻ, സൃഷ്ടികൾ, ലോകത്തുള്ള എല്ലാ സൃഷ്ടികളും കൂടി നിനക്കൊരു ഉപകാരം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ, ലം യഖ്ദിഹു ലഹു, ലം യഖ്ദില്ലാഹു ലക, അള്ളാഹുവിനെ ഖളാക്കാത്ത ഉപകാരമാണതെങ്കിൽ, ലം യഖ്ദിറു അലൈഹി, അവർക്ക് അതിനെ കഴിവാകുന്നതല്ല. സൃഷ്ടികളെല്ലാം, ലോകത്തെ എല്ലാവരും കൂടി നിനക്കൊരു ഉപകാരം ചെയ്യാൻ തീരുമാനിച്ചു, പക്ഷെ അള്ളാഹ് അത് കണക്കാക്കിയിട്ടില്ല നിനക്ക്, എങ്കിൽ അവരെ കൊണ്ടത് കഴിവാകുന്നതല്ല, സാധ്യമാകുന്നതല്ല. ഇനി മറിച്ച് ഇന്നറാദു, അവരൊക്കെയും കൂടി ഉദ്ദേശിച്ചു, അയ്യദുറൂക ബിശൈഇൻ, നിനക്കൊരു തിന്മ വരുത്താൻ വേണ്ടി അവർ ഉദ്ദേശിച്ചാൽ, ലം യഖ്ദില്ലാഹു അലൈക, നിനക്ക് അള്ളാഹു അത് കണക്കാക്കിയിട്ടില്ലെങ്കിൽ, ലം യഖ്ദിറു അലൈഹി, അവർക്ക് ഉപദ്രവം കൊണ്ടുവരാൻ കഴിയില്ല. അപ്പൊ ലോകത്ത് എന്ത് നന്മയുണ്ടോ എന്ത് തിന്മയുണ്ടോ, അള്ളാഹു ഖളാക്കിയതല്ലാതെ, അള്ളാഹു തീരുമാനിച്ചതല്ലാതെ, അള്ളാഹുവിന്റെ വിധിപ്രകാരമുള്ളതല്ലാത്ത ഒന്നും സംഭവിക്കുകയില്ല. അതുകൊണ്ട് ഫഅമലില്ലാഹി ബിശ്ശുക്രി വൽ യഖീൻ, അതുകൊണ്ട് ഫഅമലില്ലാ, നീ അള്ളാഹിന് വേണ്ടി പണിയെടുത്തോ മോനെ, ബിശ്ശുക്രി വൽ യഖീൻ, നന്ദിയോടെ, നല്ല ദൃഢവിശ്വാസത്തോടെ അള്ളാഹുവിന് വേണ്ടി നീ അമൽ ചെയ്തോ. വഅലം, നീ മനസ്സിലാക്കുക, അന്ന സബറ, നിശ്ചയമായും ക്ഷമ, അലാ മാ തക്റഹു, നീ വെറുക്കുന്ന കാര്യങ്ങൾ, ഇഷ്ടമില്ലാത്ത കാര്യങ്ങളുടെ മേൽ ക്ഷമ പാലിക്കുക, അത് ഖൈറുൻ കസീർ, അത് ധാരാളം നന്മയതിലുണ്ട്. വഅൻ നസ്റ, നിശ്ചയമായും സഹായം, മഅസ്സബരി, ക്ഷമയോടുകൂടെയാണ്. വഅന്നൽ ഫറജ, നിശ്ചയമായും കുറബി, പ്രയാസത്തോടു കൂടെയാണ്. വഅന്ന മഅൽ ഉസ്രി യുസ്റാ, നിശ്ചയമായും ഞെരുക്കത്തോടൊപ്പം എളുപ്പമുണ്ട്, പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി പഠിപ്പിച്ച ഈ ആശയം, നബി സല്ലല്ലാഹു അലൈഹി പഠിപ്പിച്ച ഈ ആശയം വിശദീകരിക്കാൻ വേണ്ടി ഇമാമിൻ ഗ്രന്ഥം തന്നെ എഴുതിയിട്ടുണ്ട്. ഈ ആശയം വിശദീകരിക്കാൻ വേണ്ടി അപ്പൊ നബി സല്ലല്ലാഹു പഠിപ്പിച്ച ഈ ഹദീസിൽ ഒരുപാട് ആശയങ്ങൾ, ഈ ആശയങ്ങളെ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു റജബുൽ ഹംബലി റളിയല്ലാഹു അൻഹു അവിടുന്ന് നൂറുൽ ഇഖ്തിബാസ് എന്ന ഒരു ഗ്രന്ഥം തന്നെ രചിച്ചിട്ടുണ്ട്. ലോകത്തെ എല്ലാ മഹാന്മാരും ചർവണം ചെയ്ത ഹദീസാണ്. അപ്പൊ ഈ ഹദീസിൽ പറഞ്ഞു, ഇദാ സഅൽത ഫസ്അലില്ലാ, നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ പരസ്പരം ചോദിക്കുന്നു. അപ്പൊ മുജാഹിദ് മുത്തൻവാദികളായ ആൾക്കാർ എന്ത് പറയും, ചോദിക്കുകയാണെങ്കിൽ അപ്പൊ അള്ളാഹുവിനോട് ചോദിക്കാൻ പറ്റുന്നതുകൊണ്ട് പടപ്പോട് ചോദിക്കാൻ പറ്റുന്നുണ്ട്, അങ്ങനൊന്നും ഇല്ല. എല്ലാ കാര്യം ചോദിക്കേണ്ടത് അള്ളാഹുവിനോടാണ്. ബഹുമാനപ്പെട്ട ഇബ്നു റജബുൽ ഹംബലി റളിയല്ലാഹു തആല ഈ ഹദീസ് ചർച്ച ചെയ്യുമ്പോൾ അവിടെ എടുത്തു വെച്ചതാണ് ഖൗലുഹു സല്ലല്ലാഹു ഇദാ സഅൽത ഫസ്അലില്ലാ, നീ അള്ളാഹ് ചോദിക്കുകയാണ്, നീ അള്ളാഹിനോട് ചോദിക്കണം എന്ന് പറഞ്ഞാൽ, ചില കാര്യങ്ങൾ പടപ്പോട് ചോദിക്കാമെന്നും ചില കാര്യങ്ങൾ അള്ളാഹിനോട് ചോദിക്കണം, അങ്ങനെയാണോ? അല്ല. അമറ, അള്ളാഹുവിന്റെ റസൂൽ കൽപ്പിച്ചു, ബി ഇഫ്റാദില്ലാ, അള്ളാഹുവിനെ തനിപ്പിക്കണം, ബിസ്സുആലി, ചോദ്യം കൊണ്ട്. അതുപോലെ നഹ, നബിതങ്ങൾ നിരോധിച്ചു, ഫി സുആലി ഗൈരിഹി, അള്ളാഹ് അല്ലാത്ത എല്ലാവരോടും, മിനൽ ഖൽഖി, പടപ്പുകളിൽ നിന്ന് വേറെ ആരോടും ചോദിക്കാൻ പാടില്ല, പടച്ചവനായ റബ്ബിനോടാണ് ചോദിക്കേണ്ടത്. അതാ വഖദ് അമറ അല്ലാഹു തആല ബിസുആലിഹി വസ്അലുല്ലാഹ മിൻ ഫദ്ലിഹി, അള്ളാഹ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, അള്ളാഹുവിന്റെ ഔദാര്യം നിങ്ങൾ ചോദിക്കുവീൻ. അപ്പൊ അതുപോലെ ഇതേ ആശയം തിരുമതിയിലുണ്ട്. അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മർഫൂഅൻ,
അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു മർഫൂആയ ഹദീസിലുള്ളത് സലുല്ലാഹ മിൻ ഫദ്ലിഹി, അള്ളാഹുവിനോട് അവന്റെ ഔദാര്യം നിങ്ങൾ ചോദിക്കണം. ഫഇന്നല്ലാഹ യുഹിബ്ബു അൻ യുസ്അല, അള്ളാഹു ചോദിക്കാൻ ഇഷ്ടപ്പെടുന്നവനാണ്. അള്ളാഹുവിനോട് ചോദിക്കാൻ അടിമകളോട് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അപ്പൊ അള്ളാഹുവിനോട് നിങ്ങൾ ചോദിക്കണം, അള്ളാഹുവിനോട് നിങ്ങൾ ചോദിക്കണം. അതുപോലെ ഇതേ ഹദീസ് നബി ഹുറൈറ റളിയല്ലാഹു അൻഹു മർഫൂഅൻ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസിൽ കാണാം, മല്ലാ യസ്അലില്ലാഹ യഗ്ളിബു അലൈഹി, അള്ളാഹുവിനോട് ചോദിക്കുന്നതിന് അള്ളാഹുവിനോട് ദേഷ്യാണ്. അള്ളാഹുവിനോട് ചോദിക്കുന്നില്ലെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് അവനോട് ഖളബാണ് എന്നർത്ഥം. അതുപോലെ അതേ ആശയത്തെ വേറൊരു ഹദീസ്, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുൽഹീന ഫിദ്ദുആ, ഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല യുഹിബ്ബു, അവൻ ഇഷ്ടം വെക്കുന്നു, അൽ മുൽഹീന ഫിദ്ദുആ, ആവർത്തിച്ച് ദുആ ചെയ്യുന്നവരോട് അള്ളാഹുവിന് ഇഷ്ടമാണ്. ചോദിച്ച കാര്യം തന്നെ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേയിരിക്കുക. ഇന്നും ഇന്നലെയും മെനഞ്ഞാന്നും കഴിഞ്ഞ ആഴ്ചയൊക്കെ ചോദിച്ച വിഷയം വീണ്ടും വീണ്ടും ആവർത്തിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുക. അപ്പൊ ദുആയിൽ ഇങ്ങനെ കീർത്തിക്കുന്ന ആൾ, അള്ളാഹുവിനോട് വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്ന ആൾ, അതാണ് അൽ മുൽഹീന ഫി ദുആ, ദുആയിൽ ഇങ്ങനെ ആവർത്തിച്ച് ആവശ്യപ്പെടുന്ന ആൾക്കാർ. അങ്ങനത്തെ ആൾക്കാരോട് അള്ളാഹുവിന് പ്രിയമാണ്, അള്ളാഹുവിന് ഇഷ്ടമാണ്. അപ്പൊ ഇങ്ങനെ അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് പറയും, അള്ളാഹു അല്ലാത്തോട് ചോദിക്കാൻ പാടില്ല നിമിഷം പഠിപ്പിച്ചത്. അപ്പൊ എന്താ ഈ പറഞ്ഞ ആശയം? അതാ എങ്ങനെ ചോദിക്കുമ്പോ എന്താ ചോദിക്കേണ്ടത്? മുജാഹിദ് പറയുന്ന മാതിരി എന്താണ്, പടപ്പനോട് ചോദിക്കാൻ പറ്റാത്ത പടച്ചവനോട് ചോദിക്കുക, പടപ്പനോട് ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, പടച്ചവനോട് ചോദിക്കാൻ പറ്റുന്ന പ്രത്യേക കാര്യമുണ്ട്. അങ്ങനെയാണോ? അങ്ങനല്ല. നബി പഠിപ്പിച്ച ഹദീസാണോ, ലിയസ്അല അഹദുക്കും റബ്ബഹു ഹാജതഹു കുല്ലഹാ ഹത്താ യസ്അലഹു ശിസ്അൻ ആലിഹി ദൻഖതഅ. ഹദീസിൽ കാണാം, ലിയസ്അൽ അഹദുക്കും റബ്ബഹു, നിങ്ങൾ ഓരോരുത്തരും ചോദിക്കട്ടെ റബ്ബഹു, അവന്റെ റബ്ബിനോട്, ഹാജത്തുഹു, അവന്റെ ആവശ്യം. ഏതാവശ്യമാണ്? പടച്ചവനോട് ചോദിക്കാൻ പറ്റുന്ന ഒന്ന് വേറെ, പടപ്പ് ചോദിക്കാൻ പറ്റുന്ന വേറെ, അങ്ങനെയാണോ? അല്ല. ഹാജത്തഹു കുല്ലഹ, അവന്റെ മുഴുവൻ ആവശ്യവും ആ പടപ്പ് അവന്റെ റബ്ബിനോട് ചോദിക്കട്ടെ. ഹത്താ, എത്രത്തോളം? യസ്അലുഹു, അവന്റെ റബ്ബിനോട് ചോദിക്കട്ടെ, ശിസ്അനി ആലിഹി, അവന്റെ ചെരുപ്പിന്റെ വാറ് ഇതങ്കത്താതെ പൊട്ടിപ്പോയാൽ. അവന്റെ ചെരുപ്പ്, ആ ചെരുപ്പിന്റെ വിരലുകളെ കാലുമായി ബന്ധിപ്പിച്ചിടുന്ന ഒരു പ്രത്യേക സാധനമാണ് ശിസ്അൻ, ആ വാറ് നമുക്ക് പറയാം. ആ ചെരുപ്പിന്റെ വാറ് അത് പൊട്ടിപ്പോയാൽ പോലും ആരോടവൻ ചോദിക്കട്ടെ? റബ്ബിനോടവൻ ചോദിക്കട്ടെ. വഫീ ഹാദൽ മഅന ഹദീസ് കസീറ, ഇതേ ആശയത്തിൽ ധാരാളം ഹദീസുകളുണ്ട്. വഫീ നഹി അനി സുആൽ ഹദീസ് കസീറ സ്വഹീഹ, ഇതുപോലെ പടപ്പോട് നിരോധിക്കാൻ ധാരാളം ഹദീസുകളുണ്ട്. ഒരു വടി കയ്യിൽ നിന്ന് വീണുപോയാൽ പോലും അത് മറ്റുള്ളവരോട് ചോദിക്കാതെ, മറ്റു പടപ്പോട് ചോദിക്കാതെ റബ്ബിനോട് ചോദിക്കണമെന്ന് ഹദീസിലുണ്ട്. അപ്പൊ ഇങ്ങനെ ചെറുതും വലുതുമായ ഏത് വിഷയങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ചോദിക്കാൻ വേണ്ടി പഠിപ്പിച്ചു. അപ്പോ അതാണ് ഈ പറഞ്ഞ എല്ലാ സഹായങ്ങളും അള്ളാഹുവിനോടാണ് തേടേണ്ടത്. അപ്പൊ ചോദ്യം നമുക്ക്, അപ്പൊ അങ്ങനെ പഠിപ്പിച്ച നബി സല്ലല്ലാഹു പഠിപ്പിച്ച ആശയത്തിനെതിരാണോ നമ്മൾ സാധാരണ വിഷയങ്ങൾക്ക് സാധാരണ മനുഷ്യന്മാരോട് പല സഹായം തേടുന്നു? നേരത്തെ പറഞ്ഞ വെള്ളമെടുക്കാൻ, കട്ടൻ ചായ എടുക്കാൻ, തുണി അരക്കാൻ, അതുപോലെ അസുഖം മാറ്റിത്തരാൻ, ഇങ്ങനെ പല വിഷയങ്ങൾക്കും സഹായം തേടുന്നു. ഈ സഹായ തേട്ടമൊക്കെ തെറ്റാണോ? അല്ല. ഈ സഹായ തേട്ടമൊക്കെ തെറ്റാണോ? അല്ല. അങ്ങനെ തെറ്റാണെന്ന് പറയാനും പറ്റില്ല. ഖുർആനിൽ ഇത് പഠിപ്പിച്ചു തരുന്നുണ്ട്. ശുദ്ധ ഖുർആൻ തന്നെ അല്ലാഹു തആല പറയുന്നത്, തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. അല്ലാഹു നിർദ്ദേശമാണ്, ഓ വിശ്വാസികളെ, നിങ്ങൾ പരസ്പരം തഖ്വയ്ക്കും ബിർറിനും പരസ്പരം നിങ്ങൾ സഹായിക്കുക. ഗുണപ്രദമായ കാര്യങ്ങൾക്ക്, തഖ്വ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ഭയഭക്തി ഉണ്ടാകുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ പരസ്പരം സഹായിക്കുക. അല്ലാതെ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, തെറ്റിനും ശത്രുത ഉണ്ടാകുന്ന പരസ്പരം സഹായിക്കാൻ പാടില്ല. ഖുർആന്റെ നിർദ്ദേശമാണ്. അപ്പൊ പരസ്പരം സഹായിക്കാൻ അള്ളാഹു പറയുന്നു. പരസ്പരം സഹായം കിട്ടണമെങ്കിൽ നീ പരസ്പരം സഹായം ചോദിക്കണമല്ലോ, അവരോട് സഹായിക്കാമല്ലോ. അപ്പൊ ഇവിടെ എന്താണ് സംഭവം? അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനോടാണ് എല്ലാ വിഷയത്തിനും സഹായം തേടുന്നത്. ആ റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാതെ വേറെ ആരും ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇതിന്റെയൊക്കെ അർത്ഥം ആത്യന്തികമായ എല്ലാ സഹായവും നൽകുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. ആത്യന്തികമായ എല്ലാ ചോദ്യങ്ങൾക്കും ശരിക്കും അർഹതയുള്ളത് അള്ളാഹുവിന് മാത്രമാണ്. എന്നാൽ അള്ളാഹുവിനോട് ചോദിക്കുന്ന ആ സഹായം പടപ്പുകളോട് ചോദിക്കാം, എന്നിലേക്ക് ചോദിക്കാം. ആ പടപ്പുകൾ കാരണക്കാരാണ് എന്ന നിലയ്ക്ക്. അള്ളാഹുവിനോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ, ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ പോലും ചോദിക്കേണ്ട അള്ളാഹുവിനോടാണ്. ആ അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യം കൂടെ ജീവിക്കുന്ന സൃഷ്ടികളോട് ചോദിക്കാം എന്നിലേക്ക്, അവരാക്കി തരാൻ ഉള്ള കാരണക്കാരാണ് എന്ന നിലയ്ക്ക്. സൃഷ്ടിച്ചതിനുള്ള ആൾക്കാർ, സൃഷ്ടിച്ചിരുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അള്ളാഹുവിന് ഖുർആൻ പറഞ്ഞു, വിശുദ്ധമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയമാണ്,
വല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ. വല്ലാഹു ഖലഖക്കും, അള്ളാഹുവാണ് നിങ്ങളെ പടച്ചിരിക്കുന്നത്. വമാ തഅമലൂൻ, നിങ്ങളുടെ അമലുകളെ, നിങ്ങൾ ഏത് കർമ്മങ്ങൾ ചെയ്താലും ആ കർമ്മങ്ങളെ സൃഷ്ടിക്കുന്ന ആരാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. ഒരാൾക്കും ഒരു സ്വയം, ഒരാൾക്കും ഒരു നബിക്കും ഒരു വലിയനും ലോകത്തെ ഒരു പടപ്പിനും സ്വന്തമായി ഒന്നും സൃഷ്ടിക്കാൻ അർഹത അവകാശമില്ല, അതിന് കഴിവില്ല, ശേഷിയില്ല. അന്നൽ ഖുവത ലില്ലാഹി ജമീഅ, മുഴുവൻ കഴിവും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കുള്ളതാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, പരിശുദ്ധ ഇസ്ലാമിന്റെ ആശയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, എന്ത് കർമ്മമുണ്ടോ എല്ലാത്തിനെയും സൃഷ്ടികർമ്മം നടത്തുന്നത് അള്ളാഹു നിങ്ങളെയും നിങ്ങളുടെ കർമ്മങ്ങളെയും സൃഷ്ടിച്ചത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പൊ അതുകൊണ്ട് ആരെന്ത് സഹായിച്ചാലും ആ സഹായത്തിന്റെ ശരിയായ സൃഷ്ടാവ്, അത് സഹായിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പൊ അന്നിലേക്ക് ആത്യന്തികമായ സഹായം ആരോടോ ചോദിക്കാൻ പാടുള്ളൂ? അള്ളാഹുവിനോടേ ചോദിക്കാൻ പാടുള്ളൂ. അള്ളാഹുവാണ് സഹായിക്കുന്നവൻ. അതേ സമയത്ത് കാരണമെന്ന നിലയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം? സഹായം ചോദിക്കാം. അപ്പൊ അവിടെ ഈ ഒരു വിഷയം, ഭൗതികമായ വിഷയങ്ങൾ മറ്റു മനുഷ്യന്മാരോട് ചോദിക്കാൻ ആരും എതിര് പറയുന്നില്ലല്ലോ. പറയുന്നുണ്ടോ? ഇല്ല, ഒരാൾക്ക് എതിരെ പറയില്ല, എല്ലാവരും ചോദിക്കുന്നു. എല്ലാവരും ചോദിക്കും. എന്ന് മാത്രമല്ല, ഇപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇങ്ങനെ സഹായം നേടുന്ന വിഷയത്തിൽ എല്ലായിടത്തും സഹായം പരസ്പരം എല്ലാവരും അംഗീകരിക്കുന്നു. ആ ഒരൊറ്റ വിഷയത്തിലേ ഈ സഹായ ചട്ടത്തിന് എതിരുള്ളൂ. അതായത് ഭൗതിക ലോകത്ത് ജീവിക്കുന്ന മനുഷ്യന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് വിഷയം സഹായം ചോദിക്കുന്നു, ആരും എതിരല്ല. ഒരു മുജാഹിദും ജമാഅത്തും ഒന്നും എതിരല്ല. അതുപോലെ ജീവിച്ചിരിക്കുന്ന സമയത്ത് സഹായം രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. സാധാരണക്കാർക്ക് സാധാരണ സഹായം ചെയ്യാൻ പറ്റും. അസാധാരണക്കാർക്ക് അല്ലാഹു സുബ്ഹാനഹു കറാമാത്ത് മുഅ്ജിസാത്ത് കൊടുത്ത മഹാന്മാർക്ക് അവരുടെ കഴിവുകൊണ്ട് സഹായം, അസാധാരണമായ സഹായമാണ്. CM വലിയ ജീവിച്ചിരിക്കുമ്പോൾ അവിടത്തോട് പോയിട്ട് എന്ത് ചെയ്യുക? വർഷങ്ങൾ പഴക്കമുള്ള രോഗം, വലിയ വിഷമം പറയുന്നു. അവിടുന്ന് പറയും രോഗം വേണ്ട എന്ന് പറയും. രോഗം വേണ്ട, അത് വേണ്ട എന്ന് പറയുന്നു. ഇപ്പൊ തന്നെ അസുഖം മാറുന്നു. ഇത് അസാധാരണമായ സഹായതേട്ടമാണ്, സഹായമാണ്. സാധാരണയുള്ള സഹായമല്ല, അപ്പൊ ഇത് അസാധാരണ സഹായമാണ്. അപ്പൊ ഇങ്ങനെ സാധാരണവും അസാധാരണമായ സഹായങ്ങളുണ്ട്. സാധാരണക്കാർ സാധാരണ കഴിവുകൊണ്ട് സഹായിക്കും. അസാധാരണക്കാരായ ആൾക്കാർക്ക് അസാധാരണ ഗുണമാകുന്ന അവരെ മുഅ്ജിസാത്ത് കറാമത്തുകൾ കൊണ്ട് സഹായിക്കും. നബിമാർ മുഅ്ജിസത്ത് കൊണ്ട് സഹായിക്കും. അതുപോലെ തന്നെ ഔലിയാക്കന്മാർ അത് അവരുടെ കറാമാത്തുകളെ കൊണ്ട് സഹായിക്കും. ഇത് അസാധാരണ സഹായമാണ്. ഈ സാധാരണവും അസാധാരണമായ സഹായങ്ങൾ, ഈ സഹായങ്ങൾ തേടുന്നതിന്, ഈ സഹായങ്ങൾ അത് കിട്ടാൻ അള്ളാഹുത്തെ വെച്ച കാരണക്കാരുമായി ബന്ധപ്പെടുന്നതിന് എന്തെങ്കിലും വിരോധമുണ്ടോ? ഒരു വിരോധവും ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത്, ജീവിച്ചിരിക്കുന്ന സമയത്ത് പരസ്പരം ഭൗതികമായ കാര്യങ്ങൾ, സാധാരണ നമ്മൾ മനസ്സിലാക്കുന്ന വിഷയങ്ങൾ പരസ്പരം അങ്ങോട്ടോട്ട് സഹായം ചോദിക്കുന്ന ആർക്കും തടസ്സമില്ല, ആരും എതിരല്ല. എന്നല്ല, ജീവിച്ചിരിക്കുന്ന സമയത്ത് അസാധാരണക്കാരായ ആൾക്കാരുടെ അസാധാരണമായ സഹായം ചോദിക്കാൻ ആരും എതിരല്ല. ഈ മുജാഹിദ് ജമാഅത്ത് എതിരല്ല. കാരണം എത്രയെല്ലാം വിഷയങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിട്ട് എത്ര സംഭവങ്ങൾ നമ്മൾ ഇന്നലെ വായിച്ചില്ലേ? ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ മറവിയെ കുറിച്ച് നബി നിങ്ങളോട് പറയുന്നു. നബി സല്ലല്ലാഹു അസാധാരണമായ രീതിയിൽ അവിടുത്തെ വിരിപ്പ് വിരിക്കാൻ പറയുന്നു. വിരിപ്പ് വിരിക്കുന്നു, അന്തരീക്ഷത്തിൽ എന്തോ വാരിയിടുന്നു, അത് ചേർക്കാൻ നെഞ്ചോട് ചേർത്ത് വെക്കുന്നു. പിന്നെ അതിന് ശേഷം മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ ജീവിതത്തിന് ഒറ്റ കാര്യവും പിന്നെ കേട്ടോ ഒന്നും ഞാൻ മറന്നുപോയിട്ടില്ല. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വലിയ വിഷമമായിരുന്നു, കേൾക്കുന്നതൊക്കെ മറന്നുപോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷയം പറയുന്നു. സാധാരണക്കാര നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളോട് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിഷയം പറയുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ അസാധാരണമായ രീതിയിൽ, സാധാരണ ഇല്ലാത്ത ഒരു വിരിപ്പ് വിരിക്കാൻ പറയുന്നു. ആ വിരിപ്പിലേക്ക് എന്തോ വാരിയിടുന്നു, അവിടുന്ന് ചേർത്ത് പിടിക്കുന്നു. അതോടെ ആ മറവി എന്ന അസുഖം പിന്നെ മാറുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ ഓർമ്മയുള്ള ആളായി മാറുകയാണ്. ഇതുപോലെ എത്ര നബി സല്ലല്ലാഹു അലൈഹി ജീവിതം എത്ര നൂറുകണക്കിന് മുഅ്ജിസാത്തുകൾ. വെള്ളമില്ല, മഹാന്മാരായ സഹാബത്ത് 1500 ആൾക്കാരുടെ വെള്ളമില്ല. മുത്തനബി എന്ന് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി സാധാരണ സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തോൽപാത്രത്തെ അവിടുത്തെ കൈവിരൽ വെക്കുന്നു. ആ കൈവിരൽക്കുള്ളിൽ നിന്ന് ഇങ്ങനെ നദികൾ കണക്കെ വെള്ളം നിർഗളിക്കുകയാണ്. 1,00,000 ആൾക്കാരുണ്ടായാലും മതിയാകുന്ന വെള്ളം ആ സമയത്ത് ഉണ്ടാകുമായിരുന്നുവെന്ന് ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു. 1500 ആള് കുളിച്ചു, കുടിച്ചു, അവർ ഒതു കൊടുത്തു, ഒരു കുഴപ്പവുമില്ല, വെള്ളം കഴിയുന്നില്ല. ഹബീബായ നബിതങ്ങളുടെ മുത്തനബിയുടെ ശരീരത്തിൽ ഇങ്ങനെ വെള്ളം വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മുഅ്ജിസത്ത് കൊണ്ട് വേണ്ട വേളയിൽ, ആവശ്യമായ വേളയിൽ മഹാന്മാരായ കൂട്ടുകാരെ സഹായിക്കുകയാണ്. അസാധാരണ സഹായമാണ്, സാധാരണ സഹായമല്ല, അഭൗതികമായ സഹായമാണ്. സഹായം കൊടുക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, ആർക്കും അനുസരിക്കാൻ കഴിയില്ല. ഒരു മുജാഹിദിന് അഭിപ്രായ വ്യത്യാസമില്ല. ജീവിച്ചിരിക്കുന്ന കാലത്ത് മഹാന്മാരായ ആൾക്കാർ അവരുടെ അസാധാരണ കഴിവുകൊണ്ട് അസാധാരണ രീതിയിൽ സഹായിക്കുന്നു. മൂസാ നബി അലൈഹി സ്വലാമിന്റെ സമൂഹം പോയി പറയുന്നു, വെള്ളമില്ലാത്ത കാര്യം പറയുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു തന്റെ വടി കൊണ്ട്, അള്ളാഹു പറയുന്നു വടി കൊണ്ട് അടിക്കാൻ പറയുന്നു. മൂസാ നബി കല്ലിലടിക്കുന്നു. 12 നദി ആ സമയത്ത് അങ്ങ് പൊട്ടി ഉറവ് പൊട്ടുകയാണ്. ആ 12 നദിയിൽ നിന്ന് ആൾക്കാർ വെള്ളം ഉപയോഗിക്കുകയാണ്.
ആ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് മനുഷ്യന്മാർ പോയിട്ട് അസാധാരണക്കാരനായ മൂസാ നബി എന്ന പ്രവാചകനോട് പരാതി പറയുന്നു. മൂസാ നബി അലൈഹി സ്വലാം സഹായിക്കുന്നു, വടി കൊണ്ടടിച്ച് സഹായിക്കുന്നു. അസാധാരണ സഹായം ആർക്കും തർക്കമില്ല. അപ്പൊ ഇങ്ങനെ ജീവിച്ചിരിക്കുന്ന സമയത്ത് അസാധാരണക്കാരായ ആൾക്കാരോട് അസാധാരണമായി സഹായം ചോദിക്കുന്നതും അങ്ങനെ സഹായം കിട്ടുന്നതും എല്ലാവർക്കും മുസല്ലമാണ്, സമ്മതിക്കുന്ന കാര്യമാണ്. ആരും തർക്കമില്ല. ഇനി ആഖിറത്തിൽ മരണപ്പെട്ടു പോയ ഇവിടെ മരണപ്പെട്ടവരോട് അന്നേരം ഇവർ ചോദിക്കുന്നത് മരണപ്പെട്ടവരോട് ചോദിക്കുന്നത്. അത് പറയട്ടെ, ഞാൻ പറഞ്ഞ ഇപ്പൊ നമ്മൾ പറഞ്ഞ സാധാരണക്കാർ ചോദിക്കുന്ന വിഷയം കുഴപ്പമില്ല. അസാധാരണക്കാർ ജീവിച്ചിരിക്കുന്നവരോട് ചോദിക്കുന്നത് കുഴപ്പമില്ല, അതിനെല്ലാം സമ്മതിക്കുന്നു. ഇനി മരണപ്പെട്ട ആൾക്കാർ ആഖിറത്തിലെത്തിയാൽ, ആഖിറലോകത്തെത്തിയാൽ പരസ്പരം സഹായിക്കുന്ന യാതൊരു തർക്കമില്ല. അത് വളരെ വളരെ വ്യക്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നാളെ ലോകത്ത് ഒരാളെ സഹായിക്കാനെത്തിയുള്ള എല്ലാവരും സഹായത്തിന് പോകും. എല്ലാ അമ്പിയാക്കന്മാർക്കും പോയി നോക്കും, പരിഹാരമില്ല. അവസാനം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹായം ഏറ്റെടുക്കും. എല്ലാ മുജാഹിദ് ജമാഅത്ത് സമ്മതിക്കുന്നു ശഫാഅത്തിന്റെ ഹദീസ്. ആഖിറത്തിലെത്തിയാൽ, പാരത്രിലോകത്തെത്തിയാൽ എല്ലാവരും കൂട്ടം കൂട്ടമായി രക്ഷയില്ല. യജമാന റബ്ബിന്റെ ഖഹരിയത്ത് ലോകമാണ് ആഖിറമാകുന്ന ലോകം. അള്ളാഹുവിന്റെ വദബ് വിളിപ്പെടുന്ന ലോകമാണ് ലോകം. അവിടെ നഫ്സ് വിളിക്കുന്ന ലോകമാണ് ലോകം. അപ്പൊ ആ ലോകത്ത് സഹായത്തിന് ഒരാളുമില്ല. അന്ന് സഹായത്തിന് ഞാൻ ആരേ ഉള്ളൂ. പടപ്പുകളെല്ലാവരും അവരുടെ നേതാക്കന്മാരായ പ്രവാചകന്മാരിലേക്ക് പോകും. ആദന്റെ വീടൊക്കെ പോകും, നൂഹിന്റെ വീടൊക്കെ പോകും, മൂസാന്റെ വീടൊക്കെ പോകും. ആ പ്രവാചകന്മാരെല്ലാം മടക്കിയേക്കും. അവസാനം സയ്യിദുൽ വജൂദ് സയ്യിദുൽ അംബിയാഇൽ മുർസലീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് മുത്തനബിയിലേക്ക് പോകും. അനലഹാ, ഞാൻ അതിനുള്ള ആളാണ്, ഞാനാണ് ശഫാഅത്തിന് ആളെന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ആ സഹായം ഏറ്റെടുക്കും. മുത്തനബി ഏറ്റെടുക്കും. ഇതാർക്കും തർക്കമുണ്ടോ? ആർക്കും തർക്കമില്ല. അത് പറഞ്ഞത് ഭൗതിക ലോകത്ത് ഇവിടെ ജീവിച്ചിരിക്കുമ്പോ സാധാരണക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സഹായത്തിന് ആർക്കും തർക്കമില്ല. അസാധാരണക്കാർ ജീവിച്ചിരിക്കുമ്പോൾ സഹായം സംശയമില്ല. മരണപ്പെട്ട ആൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ പാർത്ഥലോകത്തെത്തിയാൽ അസാധാരണക്കാരോട് സഹായം ചോദിക്കാൻ വേണ്ടി സാധാരണക്കാർ പോകും, ആർക്കും തർക്കമില്ല. പിന്നെ ആകെ തർക്കമുള്ള ഒറ്റ വിഷയത്തിൽ വേണം, എന്താണ്? അസാധാരണക്കാരായ ആൾക്കാർ മരണപ്പെട്ടു പോയാൽ പിന്നെ അവരോട് സഹായം ചോദിക്കാൻ പറ്റൂല്ലേ? ഔലിയാക്കന്മാരും അമ്പിയാക്കന്മാരും മരിച്ചു കഴിഞ്ഞാൽ, അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും മരിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രജിതാത്ത് കറാമാത്തുകളെ കൊണ്ട് ആ മഹാന്മാരോട് സഹായം ചോദിക്കുക എന്ന വിഷയത്തിൽ മാത്രമേ തർക്കമുള്ളൂ. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, ഇവിടുത്തെ വിഷയം എന്താണ്? ഈ മരണമാണ് വിഷയം. വിശുദ്ധ ഇസ്ലാമിൽ മരണത്തിന് എന്താ സ്ഥാനം? വിശുദ്ധ ഇസ്ലാമിൽ മരണത്തിന് എന്താ സ്ഥാനം? മരണം എന്ന് പറഞ്ഞാൽ അവസാനിക്കലാണോ? പൂർണ്ണമായിട്ട് ഇല്ലാതാകലാണോ? ഇല്ല. മരണം കൊണ്ട് റൂഹിനൊന്നും സംഭവിക്കുന്നില്ല. എന്നാൽ റൂഹിന് ശക്തി കൂടുകയാണ്. റൂഹിന് ശക്തി കൂടുകയാണ് മരണം കൊണ്ട് സംഭവിക്കുക. ഒരു അവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്കുള്ള മാറ്റമാണ് മരണമെന്ന, അല്ലാതെ മരണം കൊണ്ട് റൂഹാകുന്ന അടിസ്ഥാനം നശിച്ചു പോവുകയില്ല. റൂഹ് ശക്തിപ്പെടുകയാണ് മരണത്തിലൂടെ സംഭവിക്കുക. അള്ളാഹുവിന്റെ ഖുർആൻ എത്ര സ്ഥലത്താണ് പറഞ്ഞത്? അള്ളാഹുവിന് വേണ്ടി മരണപ്പെട്ട സുഹദാക്കൾ അവർ മരിച്ചവരാണ് നിങ്ങൾ പറയരുത്. മറിച്ച് അള്ളാഹിലേക്ക് ജീവിച്ചിരിക്കുന്നവരാണ് അവർ വലിയ സ്ഥാനം കിട്ടിയവരാണ് അവർ. അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ മരണം കൊണ്ട് ഈ നമ്മളിപ്പോ പറയുന്ന ഈ പറഞ്ഞ പുത്തൻവാദികളായ ഏത് പേര് മുജാഹിദാകട്ടെ ജമാഅത്തെ ഏത് കൂട്ടരാണെങ്കിൽ അവരുടെയൊക്കെ വാദം ഒരുതരം അർദ്ധയുക്തിവാദമാണ്, യുക്തിവാദമാണ്. മരിക്കുന്നതോടെ എല്ലാം കഴിയുന്നുവെന്ന ആ ഒരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ്, മരണം കൊണ്ട് പിന്നെ ഒന്നിനും കഴിയില്ല എന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനെ മാത്രം നിഷേധിക്കാൻ കാരണം. ഔലിയാക്കന്മാരുടെ മജിദാത്ത് അമ്പിയാക്കന്മാരുടെ മജിദാത്ത് ഔലിയാക്കന്മാർ കറാമത്ത് നിഷേധിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആ മഹാന്മാരെ സഹായിച്ച ആയിരക്കണക്കിന് സംഭവം നിഷേധിക്കാൻ കഴിയില്ല. അതെല്ലാവരും അംഗീകരിക്കുന്നു. എന്നാൽ മരണപ്പെട്ട മഹാന്മാർക്ക് അവരുടെ കറാമത്തുകളെ കൊണ്ട്, ഔലിയാക്കന്മാർക്ക് അവരുടെ കറാമത്തുകളെ കൊണ്ടും മരണപ്പെട്ട ശേഷം അമ്പിയാക്കന്മാർക്ക് മജിദാത്ത് കൊണ്ട് സഹായിക്കാൻ പറ്റൂല്ല എന്ന വിഷയത്തിൽ മാത്രമാണ് തർക്കം. അപ്പൊ ഈ വിഷയം എന്താ? മരണത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നിടത്ത് അബദ്ധം പറ്റിപ്പോയതാണ്, അല്ലെങ്കിൽ അവിടെ ഇസ്ലാമിക വിശ്വാസം ഇല്ലാതെ യുക്തിവാദം കയറിപ്പോയതാണ് കാരണം. ലോകത്തെ എല്ലാ ഇമാമിങ്ങളും സമർത്ഥിച്ചു, എല്ലാ മഹാന്മാരും പറഞ്ഞു എന്നല്ല. വിശുദ്ധ ഇസ്ലാം ഉണ്ടായത് മുതൽ, വിശുദ്ധ ഇസ്ലാമിന്റെ തുടക്കം മുതൽ 8-ാം നൂറ്റാണ്ടിൽ ഇബ്നു തൈമിയ്യ എന്ന മനുഷ്യൻ വരുന്നത് വരെ ഈ വിഷയത്തിൽ തർക്കമേയില്ല. ഡമാസ്കസിൽ 8-ാം നൂറ്റാണ്ടിൽ ജനിച്ച ഇബ്നു തൈമിയ്യ എന്ന മനുഷ്യൻ വരുന്നത് വരെ പണ്ഡിത ലോകത്തിന്റെ തർക്കമേ ഇല്ല. ആദ്യമായതിലേക്ക് തർക്കം വരച്ചിട്ട് പണ്ഡിത ലോകത്ത് ഒറ്റപ്പെട്ടു പോയ മനുഷ്യനാണ് ഇബ്നു തൈമിയ്യ എന്ന ആൾ. അദ്ദേഹം പല പുതിയ വാദങ്ങളും പറഞ്ഞ ആളാണ്. അദ്ദേഹത്തിന്റെ വാദങ്ങൾ പിന്നെ ഏറ്റെടുത്ത ആളാണ് മുഹമ്മദ് അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന സൗദി അറേബ്യയിൽ വന്ന മനുഷ്യൻ, തീവ്രവാദിയായ മനുഷ്യൻ. അവരുടെ കൂട്ടം ആ ആശയം പേറുന്ന ആൾക്കാരാണ് ഇന്നും അത് ആ പിഴച്ച വാദവുമായി ലോകത്തെ എല്ലാ അമ്പിയാക്കന്മാരെയും ഔലിയാക്കന്മാരെയും ഒക്കെ എല്ലാ സാലിഹ്യങ്ങളെയും വഴിവഴിച്ചവരാക്കി പ്രഖ്യാപിക്കുന്ന ആ ഒരു ഒരൊറ്റ കാര്യം. ഏത് കാര്യം? മരണപ്പെട്ടു പോയവർക്ക് അവരോട് അവർക്ക് സഹായിക്കാൻ പറ്റൂല്ലേ, അവരോട് സഹായം ചോദിക്കാൻ പറ്റൂല്ല എന്ന വിഷയം. അല്ലാതൊരു തർക്കമില്ല. എവിടെയാണ് മരണം കൊണ്ട് മുറിയുക? എല്ലാ മഹാന്മാരും പറയില്ല, അന്ന കറാമാത്തിൽ ഔലിയായി മഹാന്മാരെ ഔലിയാക്കന്മാരെ കറാമാത്തുകൾ അവരുടെ മരണം കൊണ്ട് മുറിയൂല.
കാരണം മരണം കൊണ്ട് മുറിയ സംഗതിയല്ല. കാരണം കറാമത്ത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ആ മഹാന്മാർക്ക് അള്ളാഹുത്തിന്റെ കൊടുത്ത് കഴിവ് അവരുടെ റൂഹുമായി ബന്ധപ്പെട്ടതാണ്. ലോകത്ത് ഏതെങ്കിലും ഒരാൾ മരണപ്പെട്ട ഒരാളോട് സഹായിക്കുന്നുവെങ്കിൽ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ജഡത്തോടല്ല, റിഫായി സീർ എന്ന ജഡത്തോടല്ല, മമ്പർന്നങ്ങളുടെ ജഡത്തോടല്ല സഹായം ചോദിക്കുന്നത്, അവരുടെ റൂഹിനോടാണ്. ആ ഉന്നതമായ റൂഹ്, അതിന് വലിയ സ്ഥാനങ്ങൾ, വലിയ പവറുകളുണ്ട്. ആ പവറുകൾ കൊണ്ട് സഹായിക്കാൻ പറ്റും. അപ്പൊ ഈ അടിസ്ഥാനം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ തെറ്റിദ്ധാരണ പരത്തുന്നതും ലോകത്തെ കോടിക്കണക്കിന് മുസ്ലിമുകൾ മുശ്രിക്കാക്കുകയും ചെയ്യുന്നത്. എന്ത് വിഷയത്തിൽ? അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത കഴിവുകൊണ്ട് മഹാന്മാർ സഹായിക്കും മരണശേഷവും. അത് ഭൗതിക ലോകത്ത് സാധാരണക്കാരായ ആൾക്കാർക്ക് സാധാരണ കഴിവുകൊണ്ട് അവർ സഹായിക്കുന്നത് എങ്ങനെ, അതുപോലെ തന്നെ അതിൽ വ്യത്യാസമില്ല. അത് പിന്നെ എന്ത് ചെയ്യാ, അതിനിങ്ങനെ വസ്വാസം ഉണ്ടാക്കാൻ കഴിയും. ഏതിൽ വസ്വാസം ഉണ്ടാക്കാൻ കഴിയും? മരണപ്പെട്ടവർക്ക് അങ്ങനെ കഴിയുമോ എന്നുള്ളത് ഇങ്ങനെ ചോദിച്ച അങ്ങനെ ജനങ്ങളെ ഇടങ്ങേറാക്കാൻ, സാധാരണക്കാരെ വസ്വാസിലാക്കാൻ പറ്റുന്ന ഒരു വിഷയമായതുകൊണ്ടാണ് അതും കൊണ്ട് നടക്കുന്നത്. അതിലെന്താണ് അവർ വിജയിക്കുന്നത്? അള്ളാഹുത്തിലെ കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ എല്ലാ കഴിവും എല്ലാ സഹായവും ആത്യന്തികമായ അള്ളാഹുവിന്റെ സഹായമാണ്. അള്ളാഹുവാണ് സഹായിക്കുന്നവൻ. അള്ളാഹുവിനെ സഹായിക്കാൻ കഴിയൂ. എല്ലാത്തിനെയും യഥാർത്ഥ സഹായി അള്ളാഹുവാണ്. ആ യഥാർത്ഥ സഹായം നിലയ്ക്ക് അള്ളാഹുവിനത് വേറെ ആരോട് സഹായം ചോദിക്കാനും പറ്റില്ല, പാടില്ല. അപ്പൊ സഹായം ചോദിക്കുന്നതോ അത് കാരണമെന്ന നിലയ്ക്കാണ്. ആ കാരണമെന്ന നിലയ്ക്ക് പലതും പറ്റും. ആ കാരണമെന്ന നിലയ്ക്ക് സാധാരണക്കാരോട് സാധാരണ സഹായം ചോദിക്കാൻ പറ്റും, ഔലിയാക്കന്മാരോട് അസാധാരണ സഹായം ചോദിക്കാൻ പറ്റും. ഔലിയാക്കന്മാർ ഏത് സഹായം എങ്ങനെ എപ്പോ നൽകിയാലും അവരുടെ ഒരു കഴിവുമല്ല, അവരുടെ ഒരു സഹായവുമില്ല. അവർക്ക് അള്ളാഹു സുബ്ഹാനഹു കൊടുത്ത കഴിവ്, അള്ളാഹു സുബ്ഹാനഹു കൊടുത്ത മുഅ്ജിസാത്തുകളെ കൊണ്ട്, കറാമാത്തുകളെ കൊണ്ട് അവരെ സഹായിക്കുകയാണ്. മുഅ്ജിസാത്തുകളെ കൊണ്ട്, കറാമത്തുകളെ അവർ സഹായിക്കുന്ന ആ സഹായി, അതിന്റെ ശരിയായ സഹായി ആര് മാത്രമാണ്? അള്ളാഹു മാത്രമാണ്. അവർ വെറും കാരണക്കാരനെ ചോദിക്കുന്നു മാത്രം. ഒരു വരികിനോട്, ഒരു നബിയോട് ഒരു സഹായം ചോദിക്കുമ്പോൾ ശരിക്കും ആ സഹായം ചോദിക്കുന്ന ആരോടാണ്? അള്ളാഹുവിനോടാണ് ചോദിക്കുന്നത്. മറിച്ച് അവരെന്താണ്, അതിന്റെ ഒരു കാരണക്കാരെന്ന നിലയ്ക്ക് അവരോട് ചോദിക്കുന്നു മാത്രം. ഏത് ഭൗതികമായ കാര്യങ്ങൾക്ക് സാധാരണക്കാരോട് നമ്മൾ എന്ത്, ഒരു കാരണക്കാർ ഡോക്ടറോട് പോയിട്ട് അസുഖം മാറ്റാൻ ഡോക്ടർ കഴിവുണ്ടെന്ന നിലയ്ക്കല്ല. ആ ഡോക്ടർ എന്താണ്, അതിന്റെ കാരണക്കാരനാണ്. ആ വിഷയമായി അള്ളാഹു സുബ്ഹാനഹു വ തആല കഴിവ് കൊടുക്കുന്ന ആളാണ് എന്ന നിലയ്ക്കാണ്. അപ്പൊ അയാൾക്ക് അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ട് സഹായിക്കണം. ഇതുപോലെ കേവലം ഒരു കാരണമെന്ന നിലയിൽ മാത്രമാണ് അസാധാരണമായ വിഷയങ്ങൾക്ക്, ഭൗതികമായ കാര്യങ്ങൾക്ക് അപ്പുറമുള്ള അഭൗതികമായ കാര്യങ്ങൾക്ക് അതിന് കഴിവ് കൊടുത്ത അസാധാരണക്കാരായ ആൾക്കാരെ സമീപിക്കുന്നത് എന്നർത്ഥം. അതിന് യാതൊരു പന്തികേടുമില്ല. ഒരൊറ്റ ആലിമും അള്ളാഹുവിന്റെ മതം പഠിച്ച ഒരൊറ്റ ആളും അത് തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. ഇങ്ങനത്തെ ചുരുങ്ങിയ ന്യൂനപക്ഷമല്ലാതെ അവര് അന്തമില്ലാത്ത തീവ്രവാദവും അതുപോലെ തന്നെ യുക്തിവാദത്തെയും ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടിയവരാണ്. ഈ മരണം കൊണ്ട് പലതും എന്ത് ചെയ്യാൻ മുറിഞ്ഞു പോകുന്നു, ഇല്ലാതാകുന്നു വിശ്വസിക്കുന്നവരാണ്. അത് ഖുർആൻ ആദ്യം പഠിപ്പിച്ചതിന് എതിരാണ് എന്നർത്ഥം. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട് സംശയങ്ങളൊക്കെ ചോദിക്കാണ്ടാവും, പറയാനുണ്ടാവും. വേണമെങ്കിൽ അടുത്ത ക്ലാസ്സിൽ സമയമില്ല, കുറെ പറയാനുണ്ട് വിഷയത്തിൽ. അതില് നേരത്തെ ഓതിയില്ലേ, അതിൽ ആ തൻഖത്തുൽ കറാമത്ത, അത് എന്താണ്? അത് ഹദീസാണോ അത് അല്ല? 10-ാം നൂറ്റാണ്ട് ബഹുമാനപ്പെട്ട ഇമാം റംലി ചോദിച്ചപ്പോൾ റംലി ഇമാമിന്റെ മറുപടിയാണത്. റംലി ഇമാമിനോട് ഇങ്ങനെ മുഅ്ജിസാത്ത് കറാമാത്തുകളുടെ അടിസ്ഥാനത്തിൽ ഇമാം റംലി റളിയല്ലാഹു അൻഹു മുജദ്ദിദാണെന്ന കാര്യത്തിൽ മുജാഹിദ് സംശയമില്ല. അത്ര വലിയ ആര്യമായ ഒരു നൂറ്റാണ്ടിന്റെ മുജദ്ദിദാണ് ബഹുമാനപ്പെട്ട ഇമാം റംലി റളിയല്ലാഹു തആല. ആ ഇമാം റംലി റളിയല്ലാഹു അൻഹു കറാമാത്ത് മുഅ്ജിസാത്തുകളുടെ അടിസ്ഥാനത്തിൽ മരണപ്പെട്ടവരോട് സഹായം ചോദിക്കാൻ പറ്റുമോ ചോദിച്ചപ്പോൾ മറുപടി കൊടുത്തത്, ആ മറുപടി പറഞ്ഞ വാക്കാണ് എന്നെ കറാമാത്തുൽ ഔലിയായി ലാ തൻഖതി ബിമൗതിഹിം, അവരുടെ മരണം കൊണ്ട് മുറിയില്ല. മരണപ്പെട്ടാലും മഹാന്മാരെ ഔലിയാക്കന്മാർ കറാമത്തുണ്ട്, അമ്പിയാക്കന്മാർക്ക് മുഅ്ജിസത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരോട് സഹായം ചോദിക്കുന്നത് അത് നല്ല ആചാരമാണ്, സദാചാരമാണ്, അത് പുണ്യമാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം റംലി റളിയല്ലാഹു അൻഹു മറുപടി കൊടുത്തു. പിന്നെ ഏത് പുത്തൻകാറ്റ് കൂട്ടുകാരുടെ അവരുടെയൊക്കെ അവസ്ഥ, അത് എത്ര വലിയ ഇമാമാണെന്ന് പറഞ്ഞാലും അവർക്ക് പറ്റാത്ത പറഞ്ഞാൽ ഉൾക്കൊള്ളില്ല, അവിടെ തള്ളും. നമ്മളങ്ങനെയല്ലോ. അഹ്ലുസുന്നത്ത് വൽ ജമാഅ അല്ലെങ്കിൽ ശരിയായ മുസ്ലിമുകളുടെ ശൈലി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മതം അറിയെങ്കിലും മതം അറിഞ്ഞ മഹാന്മാരെ, പണ്ഡിതന്മാരെ സ്വീകരിക്കണം. നമ്മുടെ നാട്ടിലെ മൊത്തം പുത്തൻ കൂട്ടുകാർ ഏതാണെന്ന് പറഞ്ഞാൽ അവരെ കുറിച്ച് നമുക്ക് ഒറ്റ വാക്കിങ്ങനെ പറയാം. അവര് പറയുന്ന ഏതെങ്കിലും ഒരു ആലിമ് മതി, ഏതെങ്കിലും ഒരു ആലിമ് പറഞ്ഞ് പൂർണ്ണമായി ഉൾക്കൊള്ളുമെന്ന് സമ്മതിക്കാൻ പറ്റുന്ന, അങ്ങനെ അംഗീകരിക്കാൻ പറ്റുന്ന ഒരൊറ്റ പുത്തൻവാദി ഉണ്ടാവില്ല. ഒരൊറ്റ പുത്തൻവാദി, അത് ഇബ്നു തൈമിയ പോലും, അവരുടെ നേതാവ് ഇബ്നു തൈമിയ പോലും പറഞ്ഞത് പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ പറ്റുന്ന പറഞ്ഞ ഒരു പുത്തൻവാദി ഉണ്ടാവില്ല. കാരണം ഇബ്നു തൈമിയ പറഞ്ഞ പലതിനെ എടുക്കൂല. കാരണം എല്ലാത്തിനും സ്വീകരിക്കാൻ അവർ കുടുങ്ങും. കാരണം അവര് പറയുന്ന ആശയങ്ങളൊക്കെ അവരുടെ സ്വന്തം ജൽപ്പനങ്ങളാണ്. അവർ ഈ പറഞ്ഞ ഈ ലോകത്ത് ജീവിച്ചിരുന്ന വിശ്വാസികളെ ആ വിശ്വാസത്തിന് ശരിയായ വഴിയില്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി അവരുടേതായ കുറെ കെട്ടിക്കൂട്ടി മെനഞ്ഞുണ്ടാക്കിയ ആശയങ്ങളെ കൊണ്ടാണ് അവർ പരസ്പരം ഇപ്പൊ ശിർക്കിന്റെ ആരോപണം നടത്തുന്ന, പരസ്പരം പോരി വിളിക്കുന്നത് കൊണ്ടാണ്. അവരെ ഒന്നും ഖുർആന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ
അടിസ്ഥാനങ്ങളല്ല, മറിച്ച് ഓരോ സന്ദർഭത്തിനനുസരിച്ചുകൊണ്ട് ഈ മുസ്ലിമീങ്ങൾ ഈ തൗഹീദിനെ പഴച്ചവരാണെന്ന് പറയാൻ വേണ്ടി കെട്ടിക്കുട്ടുണ്ടാക്കിയ അവരുടെ ആശയങ്ങൾ, തത്വങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഒരു വർഷം കഴിയുമ്പോൾ അതിങ്ങനെ പരസ്പരം പോരടിച്ചുകൊണ്ടേയിരിക്കുകയാണ്, പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടേയിരിക്കുക. അതുകൊണ്ടാണ് ഇങ്ങനെ മാറുന്നത്. അവർക്ക് ഒന്നിന്റെ താരീഫ് ശരിക്ക് പറയാൻ കഴിയില്ല, അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പൊ അന്നിലേക്ക് അപ്പൊ ഈ റംലി ഇമാം എന്നല്ല, ഇമാം നൗവി എന്നല്ല, ഇമാം ഷാഫി എന്നല്ല, ലോകത്തൊരൊറ്റ പണ്ഡിതൻ, ഏതെങ്കിലും ഒരു പണ്ഡിതൻ നമുക്ക് അതിനെ വെല്ലുവിളിക്കാം, ലോകത്ത് ഏതെങ്കിലും ഒരു പണ്ഡിതൻ പറഞ്ഞ് പൂർണ്ണമായി, ഒരൊറ്റ പണ്ഡിതൻ പൂർണ്ണമായി പറഞ്ഞ് അംഗീകരിക്കാമെന്ന് സമ്മതിച്ചാൽ നമുക്ക് പുത്തൻവാദിക്ക് സമ്മാനം കൊടുക്കാം. കഴിയില്ല. ഇബ്നു തൈമിയ്യ പറഞ്ഞത് പോലും പൂർണ്ണമായിട്ട് ഞങ്ങൾ അംഗീകരിക്കുന്നത് പറയാൻ അവരെ കൊണ്ട് കഴിയില്ല. കാരണം ഇബ്നു തൈമിയ്യ പറഞ്ഞ പലതും എന്താണ്, അവർക്കെതിരാണ്, അവരുടെ ആശയങ്ങൾക്കെതിരാണ്. അപ്പൊ അവിടെ പറയും നമുക്ക് എന്ത് അന്ധമായ എന്താണ്. അപ്പം ഇവർ ഈ കാലത്ത് ജീവിക്കുന്ന, അല്ലെങ്കിൽ ഈ ഇമാമിങ്ങളെയൊക്കെ എത്രയോ ദൂരം ജീവിക്കുന്ന ഈ മുല്ലമാർ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു വിവരമില്ലാത്ത ആൾക്കാർ അവർ പഠിപ്പിക്കുക ആരെ, വലിയ അയിമ്മത്തിനെ. അങ്ങനത്തെ ഈ അഹങ്കാരം കയറുമ്പോഴാണല്ലോ ഉത്തമവാദി ആവുക. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇതാ നമ്മുടെ സമയം കഴിഞ്ഞോണ്ടേ. നാളെ അദ്ദേഹം സംശയം ചോദിച്ചാൽ തുടങ്ങാം അല്ലേ? ഈ വിഷയത്തിൽ സംശയങ്ങളുണ്ടാവും. ഇസ്തിആനത്ത്, ഇസ്തിഗാസ വിഷയം ഞാൻ പഠിക്കേണ്ടതായതുകൊണ്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സംശയം ചോദിച്ചിട്ട് തുടങ്ങാം ഇൻഷാ അല്ലാഹ്. അപ്പൊ അള്ളാഹു തആല ഖബൂൽ ചെയ്യട്ടെ. ربنا اغفر لنا ولوالدينا ولأساتذتنا ولمن انتفعنا بعلومهم يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين بفضلك صلى الله عليه وسلم. برايك غير الله. اوكي അള്ളാഹു തആല പൂർണ്ണ ആഫിയത്ത് ആക്കട്ടെ. അള്ളാഹു എല്ലാ അസുഖം മാറ്റി തരട്ടെ. بفضل صلى الله على محمد صلى الله عليه وسلم صلى الله عليه وسلم. اللهم صل على محمد يا رب.